ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇന്ന് ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്നത് ഒരു ബീഫ് പെരട്ടാണ്, പൊരിയാണ്, രണ്ടും പറയാം. അതിനൊരു കുക്കർ എടുത്ത് അതിലേക്ക് ബീഫ് ഇടുക. ബീഫ് ഇട്ടതിന് ശേഷം അതിലേക്ക് നമ്മൾ വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ചതച്ചത് ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് പത്തിരിക്ക്, ചപ്പാത്തിക്ക്, പുട്ടിക്ക്, പഴം പുഴുങ്ങി, അതിക്കാണ് ഏറ്റവും ബെസ്റ്റ്. പഴം പുഴുങ്ങിയിട്ട് അതിക്ക് ഇട്ട് കൊടുക്കണത് അടിപൊളിയാട്ടോ, അടിപൊളി. ഒന്നും പറയാല്ല. പഴം ഈ ബീഫും നിങ്ങളൊന്നും ഉണ്ടാക്കി കഴിച്ചു നോക്കി. ഒരു വെറൈറ്റിയാണ്. പഴം പൊരിക്കും കൂട്ടാം, നല്ല ടേസ്റ്റാണ്. പിന്നെ അതിക്ക് കുറച്ച് കുരുമുളകും പൊടി ഇടണം. ഞാനത് എൻ്റെ ഇടയിൽ പറയാൻ മറന്ന്. വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, മഞ്ഞപ്പൊടി, ഉപ്പ്, കുരുമുളക്, അതാണ് ഇത് നമ്മൾ കുക്കറിലിട്ട് വേവിക്കാൻ വെക്കുന്ന സാധനങ്ങൾ. ഉലുവി ഇട്ട് കൊടുക്കണം. ഇനി നമ്മളിത് വെയിറ്റ് ചെയ്യാം, ആവി പോകാൻ നമ്മൾ വെയിറ്റ് ചെയ്യാം. പിന്നെ അതിന് ശേഷം നമ്മൾ നല്ലവണ്ണം കൈ വെച്ച് കുഴച്ച് കൊടുക്കണം. കുഴച്ചതിന് ശേഷം നമ്മളൊരു കുക്കർ അടച്ച് വെച്ചുകൊണ്ട് നമ്മളത് വേവിക്കാൻ വെക്കാം. പിന്നെ നമ്മൾ ഒരു ചട്ടി എടുത്തിട്ട് ആ ചട്ടിക്ക് നമുക്ക് ലേശം ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ ഒഴിച്ചതിന് ശേഷം നമുക്കതിലേക്ക് ഉള്ളിട്ട് കൊടുക്കാം. ഉള്ളിട്ട് കൊടുത്തതിന് ശേഷം നമുക്കത് നല്ലവണ്ണം വഴറ്റിയെടുക്കാം. നല്ലവണ്ണം ഉള്ളി വഴറ്റണം. ഉള്ളി വഴറ്റി അതിലേക്ക് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഇട്ട് വാട്ടിയതിന് ശേഷം നല്ല വാട്ടണം. ഇങ്ങോട്ടേക്ക് നമുക്ക് കുരുമുളകും പൊടി, ഒരു സ്പൂണ് മല്ലിപ്പൊടി, ലേശം ഗരം മസാല എന്നിവ വെച്ചിട്ട് നമുക്ക് അത് നല്ലവണ്ണം വഴറ്റിയതിന് ശേഷം നമുക്കതിലേക്ക് വരട്ടി വെച്ച ബീഫ് ഇട്ട് കൊടുക്കാം. കരിയേപ്പിൻ്റെ ഇല ഉണ്ടെങ്കിൽ ഇടാ, എൻ്റെ അടുത്തില്ലേനി. മല്ലിച്ചപ്പ് ഉണ്ടെങ്കിൽ ഇടാ, എൻ്റെ അടുത്തില്ലേനി. സ്പ്രിംഗ് ഓണിയൻ ഉണ്ടെങ്കിലും ഇടാം, നല്ല ടേസ്റ്റാണ്. ഞാൻ അങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ട്. എൻ്റെ അടുത്ത് ഈ 3 സാധനങ്ങളും ഈ ബീഫ് വെക്കുമ്പോൾ ഇല്ലേനി. അപ്പം ഞാൻ ഇങ്ങനെയും ടേസ്റ്റ് ഉണ്ട്, അങ്ങനെയും ടേസ്റ്റാണ്. ഞാൻ അത് 2 രീതിയിലും ഞാൻ ഉണ്ടാക്കി നോക്കിന്. നല്ല ടേസ്റ്റാണ്. നിങ്ങൾ പഴം പുഴുങ്ങിയിട്ട് പഴത്തിൻ്റെ കൂടെ അതൊന്ന് കഴിച്ച് നോക്കൂണ്ടേ. ഇപ്പം റംസാനൊക്കെ അല്ലേ വരുന്നത്. അപ്പം നമുക്ക് ഇത് പത്തിരിക്കൊക്കെ ബെസ്റ്റാണ്. സൂപ്പർ ഡൂപ്പർ, അത്രയും ടേസ്റ്റാണ്. കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കുക. അതൊക്കെ ഒന്ന് ബീഫ് ആ ഉള്ളിയും തക്കാളിക്കൊക്കെ ഇട്ടതിൻ്റെ ശേഷം ഒന്ന് മിക്സ് ചെയ്തതിൻ്റെ ശേഷം നമ്മൾ അതിലേക്ക് ഗരം മസാല ഇട്ട് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂണ് ഗരം മസാല ഇട്ടാൽ മതി. അടിപൊളി ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഇതിൻ്റെ കമൻറ്റുകൾ ഇടണം. ഉണ്ടാക്കിയിട്ട് എങ്ങനെ ഉണ്ട്, ടേസ്റ്റ് ഉണ്ടോ ഇല്ല. സിമ്മിൽ വെക്കണേ. ഇതിങ്ങനെ ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ സിമ്മിലാകണം. സ്പീഡിലായാൽ തീ നല്ലോണം കൂട്ടി വെച്ചത് കരിഞ്ഞു പോകും. അപ്പം നമ്മൾ തീ കുറച്ച് വെക്കുക. ഇതൊരു ബ്ലാക്ക് കളറാണ് കേട്ടോ. അത് വീഡിയോയിൽ ഇങ്ങനെ കാണുന്നത്. മഞ്ഞപ്പൊടി ഇതിക്ക് കുറച്ചേ ഇടുള്ളൂ. ബ്ലാക്ക് കളറാണ് നിങ്ങൾ കണ്ടപ്പോൾ. അതാണ് ഇതിൻ്റെ രൂപം.